വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും ബലാബലത്തിലാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് ശക്തമായ വെല്ലുവിളിയാണ് എൻഡിഎ ഉയർത്തുന്നത്. ആർഎംപിയുടെ വോട്ടും വിജയികളെ നിശ്ചയിക്കുന്നതിൽ നിർണായക ഘടകമാകും. തച്ചോളി പെരുമയുടെ അങ്കക്കലി പൂണ്ട മണ്ണിൽ വീറും വാശിയും നിറഞ്ഞ പോരിന് തന്നെയാണ് കച്ചമുറുകിയിരിക്കുന്നത്. മണ്ഡലം കൈവിടാതിരിക്കാൻ UDF വീർപ്പൊഴുക്കുമ്പോൾ തിരികെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇടതുപാളയം. ഇടതു വലത് മുന്നണികളോടുള്ള അപ്രീതിയിലും മോദി ഗ്യാരണ്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിലും വലിയ പ്രതീക്ഷയിലാണ് NDAയും. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയും TP ചന്ദ്രശേഖരൻ വധവും ഇക്കുറിയും ജനവിധിയിൽ നിർണായകമാകും. 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിജയം മുതൽ 2019 K മുരളീധരന്റെ മിന്നും ജയം വരെ സംഭവ ബഹുലം തന്നെയാണ് വടകരയുടെ രാഷ്ട്രീയ ചരിതം. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് 1996 ഇടതുപക്ഷം മണ്ഡലം പിടിച്ചെടുത്തത്. 2009 മുല്ലപ്പള്ളിയിലൂടെ UDF വിജയം സ്വന്തമാക്കിയപ്പോൾ ഒഞ്ചിയത്തടക്കം ഉയർന്ന വിമത ശബ്ദങ്ങളിലാണ് ഇടതിന് അടിതെറ്റിയത്. 2009 RMP രൂപീകരണത്തിൽ ഇടതിന് പ്രത്യയശാസ്ത്രം മാത്രമല്ല ആൾബലവും ക്ഷയിക്കുകയായിരുന്നു. TP വധത്തിന് ശേഷം നടന്ന 2014 2019 തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് UDF ആവർത്തിച്ചത്. മുല്ലപ്പള്ളിയിൽ നിന്നും മണ്ഡലം ഏറ്റെടുത്ത മുരളീധരന് 80,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം നൽകിയത്. 1977 ശേഷമുള്ള മികച്ച പോളിംഗും വടകര രേഖപ്പെടുത്തി. KK ശൈലജയും ഷാഫി പറമ്പിലും പ്രഫുൽ കൃഷ്ണയും കളം നിറഞ്ഞ മണ്ഡലത്തിൽ ഇക്കുറിയും RMP നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനം, കോഴിക്കോട്.